നമ്മുടെ സൂപ്പർ സ്റ്റാർ കല്യാണി എന്ന ചിത്രം ഈ ഒരു ഇടം വരെ ജേർണി ഇവിടം വരെ എത്തി നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിലേറെ വലിയൊരു അത്ഭുതവും ഒരു സ്വപ്നം പോലെ തോന്നുന്നു. കാരണം വളരെ ഗ്രാജുവലായിട്ട് തുടങ്ങി ഇവിടം വരെ എത്തിയൊരു പ്രോജക്റ്റാണ്. രജീഷ് ബ്രോവാണ് ഇതിൻ്റെ കഥ. അദ്ദേഹം പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും ഉണ്ടായ ഒരു അനുഭവത്തിനെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്നോട് ഒരു കഥ എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് തോന്നി അതിൻ്റെ കഥാപാത്രങ്ങളെ ഞാൻ നേരിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരാൻ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത്. പിന്നെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് വലിയ അഭിനന്ദനവും കൈഡിയും നൽകണം. കാരണം ഇതിനെ എത്രയും മനോഹരം എത്രയും ഗംഭീരമാക്കി ഒരു സ്റ്റേജിൽ കൊണ്ടുവച്ചതിൻ്റെ വലിയ പങ്കുകൾക്ക് തന്നെയാണ് സംവിധായകൻ രജീഷ്, സിനിമാറ്റോഗ്രാഫർ റുബിൻ, ജോബി ചേട്ടൻ, കാർത്തികേട്ടൻ, നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ. അപ്പോൾ പിന്നെ ഇതിലെ ഗാനങ്ങളും മനോഹരമായിട്ടും ഉണ്ട്. അതിൽ ദേവാനന്ദായിരുന്നു പാടിയ പാട്ടുണ്ട്, വെച്ചാണ് കേൾക്കാനുള്ള അവസരം കിട്ടിയത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, റിയലി ബ്യൂട്ടിഫുൾ. പിന്നെ ഞങ്ങളുടെ പാട്ട് പതിയെ പതിയെ തുടങ്ങുന്ന ഗാനത്തിൻ്റെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ കൊറിയോഗ്രാഫർ ആൻഡ്രൂ മാസ്റ്റർക്കാണ്. പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് എൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചതെന്ന് പറയാം. ശ്രീജിത്തേട്ടൻ, ഞങ്ങൾ രണ്ടുപേരുടെയും കാര്യം തുടങ്ങുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഞങ്ങൾ ഷോർട്ട് ഫിലിമിൽ നിന്നും തുടങ്ങിയവരാണ്. ആൻഡ് അതുപോലെ ഒരു ചിത്രം അതിലേക്ക് നിൽക്കുന്നു. ഐ ആം റിയലി ഹാപ്പി ഫോർ ബോത്ത് ഓഫ് us. പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ ആദ്യം അന്വേഷിച്ചിട്ടുണ്ട്. ഇതിൽ മറ്റൊരു രസകരമായ ക്യാപ്ചർ ചെയ്യുന്ന ബിബിൻ ഇവിടെ വന്നിട്ടുണ്ട്. ബിബിൻ ആക്ച്വലി ഇറങ്ങാനിരിക്കുന്ന സോണി ലൈവിലെ സ്റ്റോറി ടെല്ലർ എന്ന വെബ് സീരീസിൻ്റെ നായകനൊക്കെയാണ്. അതിൻ്റെ ഡയറക്ടർ ഫയനാസ്കറൊക്കെ എത്തിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. വെരി വെരി താങ്ക്സ് ടു യു ബോത്ത്. പിന്നെ മാല, പാർവതി, ജെയിംസ്, ഏലിയ വളരെ പ്രധാനപ്പെട്ട എൻ്റെ കഥാപാത്രങ്ങളാണ്. എൻ്റെ അച്ഛനും അമ്മയാണ് അവരിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു പെർഫോമൻസ് തീർച്ചയായിട്ടും ശരൺ ചേട്ടൻ്റെ ഭാഗമായിരിക്കും. പിന്നെ അതുപോലെ നമുക്കറിയാം ചെക്കുമനാഥേട്ടൻ അദ്ദേഹത്തിൻ്റെ ഒരു കോമഡി ടച്ചുള്ള ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. അപ്പം യെസ്, ഹരിശേഷവൻ സാറ് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കഥാപാത്രം അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പെർഫോമൻസുകൾ നൽകുന്ന ആർട്ടിസ്റ്റുകളാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. നല്ലൊരു നേതൃത്വമുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു ചിത്രമായിരിക്കും എന്ന് ഉറപ്പ് പറയാം. Thank you so much to Rajis. Thank you so much. And thanks to everyone for this.